അണ്ണാ അവിടെ ഇടയ്ക്ക് അതൊരു കാര്യമുണ്ട്. ഉമ്മാരെ ഒരു ചെറുതടിക്കാന്നും പറഞ്ഞ് പൈസയൊക്കെ വാങ്ങിച്ചോണ്ട് പോയി. ഉമ്മാരെ കാണാനില്ല. ഞാൻ പിന്നെ ഇവിടെ ഇരുന്ന് ആൾക്കാർ വിചാരിക്കും ഞാൻ വല്ല സീൻ പിടിക്കാൻ വേണ്ടി ഇരിക്കണം വിചാരിച്ച് ഞാൻ വിളിച്ചിരുന്നേ. അത് പിന്നെ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സമയത്ത് കുളിക്കടവിൽ ഇങ്ങനെ കുത്തിയിരിക്കുമ്പോഴേ ആരായാലും വിചാരിക്കും നിങ്ങൾ കുളിസീന് ഇരിക്കാൻ വന്നിരിക്കണം. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. പിന്നെ ശൗന്തള ചേച്ചി കുളിക്കുമ്പോഴേ നിങ്ങളെ സ്ഥിരം ഇവിടെ കാണാറുണ്ട്. നീ ഇപ്പൊ എങ്ങോട്ട് പോണ്? ആണാ ഞാനേ രവി ചേച്ചിയുടെ വീട് വരുന്നു പോകണം. അവിടെ ചേച്ചിയുടെ പൈപ്പിളകി കിടക്കണമെന്നാ പൊട്ടി കിടക്കണമെന്നാ അങ്ങനെ എന്തിനാ പറഞ്ഞു. നമ്മളെ കണ്ട് കഴിയുന്ന ഒരു കൈ സഹായം അതൊക്കെയല്ലേ നമ്മളെ കൊണ്ട് പറ്റൂ. അറിയണുണ്ട് ആൾക്കാരൊക്കെ പറഞ്ഞു. ഞാൻ എല്ലാം അറിയണുണ്ട്. നീ രവി ചേച്ചിയുടെ പ്രധാന കൈസഹായം നീയാണെന്നും അവിടെയുള്ള പ്ലംബിംഗ് വർക്കുകളെല്ലാം ചെയ്ത് അവരുടെ പൈപ്പിന്റെ ഫിറ്റിങ്സ് എല്ലാം നന്നാക്കണത് നീയാണെന്ന് എല്ലാവരും പറഞ്ഞ് ഞാനും അവർ അറിയുന്നുണ്ട്. എന്താണ് നിങ്ങൾ ഒരുമാതിരി മുള്ളും മനയൊക്കെ വെച്ചിട്ട് കൊള്ളിച്ചോറാണത്? മുള്ളും മനയൊന്നും അല്ല. ആൾക്കാർ പറയണത് നീയാണ് ഇപ്പം അവരുടെ പ്രധാന കൈസഹായിയാണെന്നും കുറച്ച് എണ്ണ ഇട്ട് തടവി കൊടുക്കലുണ്ടെന്നും ഒക്കെ ആൾക്കാർ എന്തൊക്കെ പറയണടേ. പിന്നെ എന്ത് സഞ്ചിയിൽ എന്തോന്ന് എണ്ണ വല്ലതും തന്നെ നിങ്ങൾ എന്തിനാണ് പറയണത്? അണ്ണാ സംഭവം ശരി തന്നെ. അവർക്ക് ഒരു ദിവസം വീണ് കാല് തറമ്പി. അങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞ് എടാ ഇത്തിരി എണ്ണ വാങ്ങിച്ചോണ്ട് വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി ചേച്ചി ഞാൻ വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് മനുഷ്യത്വത്തിന്റെ പുറത്ത് ഞാൻ വാങ്ങിച്ചോണ്ട് കൊടുത്ത്. എന്നിട്ട് നിങ്ങളാണെണ്ണ അവരെന്റെ അടുത്ത് പറഞ്ഞ് ഉള്ളത് തന്നെ എണ്ണ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ അമ്മേനണ്ണ ഞാൻ ഉള്ള സത്യം പറയണത് ഞാൻ പറ്റൂലെന്ന് തന്നെ പറഞ്ഞു. ഞാൻ ഇട്ട് കൊടുത്തൊന്നുമില്ല. പക്ഷെ ഇത് ഇവിടുത്തെ കേട്ടോണ്ടെന്ന് ചാവക്കോഴി ഉണ്ടല്ലോ നിങ്ങൾ സാധനം എടുക്കാൻ പോയി അവൻ കേട്ടോണ്ടെന്ന് ഇവനാണ് ഈ നാട് മൊത്തം പറഞ്ഞുണ്ടാക്കിയത്. അല്ലാണ്ട് അമ്മയും പെങ്ങളെ തിരിച്ചറിഞ്ഞൂടാത്ത പയലുകളാണ് യവന്മാരൊക്കെ. പറഞ്ഞ മനസ്സിലായ? ആണാ ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള നിങ്ങളൊക്കെ ഇത് പറയുമ്പോ സങ്കടം ഉണ്ടെണ്ണ. അണ്ണന്മാരെ പോലെയല്ല നമ്മൾ കാണുന്നത്. എടാ ഞാൻ അങ്ങനെ സംസാരിച്ചതല്ല. നിനക്കറിയാല്ല ഇപ്പോഴും കാലമാണ്. പലതും പറ്റി പിടിച്ചു കഴിഞ്ഞാ ഇപ്പൊ ഒന്നാമത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവീതത്തിലുണ്ടാകുന്ന കൊച്ചിന്റെ മോന്തയെ അവന്റെ സ്വന്തം അച്ഛനെ പോലെ ഇരിക്കുകയുള്ളൂ. അത് നീ വളരെയധികം സൂക്ഷിച്ചോളണം. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത്. മനസ്സിലായ? അണ്ണാ ഇനി കൊച്ചുങ്ങൾ ഉണ്ടായാലും ഈ രതീഷിന് ഒരു മകിഴുമില്ല. പറഞ്ഞു മനസ്സിലായ? ഇനി ഈ കൊച്ചിന്റെ DNA ടെസ്റ്റിന് അയച്ചാലും രതീഷ് കളിച്ചു പോലെ എനിക്ക്. കാര്യം എന്താണെന്ന് അറിയാമോ? രതീഷ് തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്താലല്ലേ പഠിക്കാവുള്ളൂ. ഓരോ സദാചാരം അവന്മാർ ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി. ബന്ധം ഉണ്ടാന്ന് കേട്ട് കഴിഞ്ഞാൽ ബന്ധമുണ്ട്. അവരെന്തെങ്കിലും പണിക്ക് വിളിച്ചാൽ ഞാൻ അവിടെ പോവും. ഇപ്പൊ തന്നെ പ്ലംബിംഗ് പണിക്ക് വിളിച്ചിരിക്കുന്നു. ഞാൻ അവിടെ പോവും. ഒരു കൈ സഹായം അത്ര എന്നാളിയാ. അല്ലാതെ വേറൊന്നുമില്ല. ചോദിച്ചു വേറെ ബന്ധമൊന്നുമില്ലല്ലേ. ചോദിച്ചെന്ന് പറയാടാ. അവരാണ് ഇന്ന് ലാബിൽ വന്നത്. ലാബില് ഈ കാര്യം തന്നെ അതോ അങ്ങേരും പറഞ്ഞത്. അളിയ ഇനി എന്തൊരു ടെസ്റ്റ് ആയാലും ശരി തന്നെ അവർക്ക് ഇനി കൊച്ചുണ്ടായി അതിന്റെ DNA ടെസ്റ്റിന് അയച്ചാലും അത് ഈ രതീഷ് ഉണ്ടല്ലോ രതീഷ് ഈ കല്ലുപോലെ നെഞ്ചും പിരിച്ചു പറയണ അവര് മറ്റേ ഗർഭിണിയാണ്ട് ആ ടെസ്റ്റിനല്ലേ അയച്ചേ. ഗർഭിണി ഒന്നുമില്ല അവർക്ക് HIV എന്ന് വെച്ചാ യാഴ്സന്ന്. നിനക്ക് പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലേ. हे प्रभु हे हरि राम कृष्ण जगन्नाथ प्रेमानंद ये क्या हुआ? नो